അടിപൊളി സ്ഥലമാണ്. ഓ, നല്ല തണല് കിട്ടും. അപ്പൊ സുഹൃത്തുക്കളെ നമസ്കാരം. ഇത് നമ്മുടെ പുതിയൊരു വീഡിയോ ആണ്. ഇത് നമ്മൾ നിൽക്കുന്ന ഒരു അടിപൊളി സ്ഥലത്താണ്. ഇതൊരു സാധാ കൃഷി സ്ഥലമല്ല, ഒരു വെറൈറ്റി കൃഷി സ്ഥലമാണ്. ഇത് കൂടുതലും ഇവിടെ കൃഷി ചെയ്യുന്നത് പുറത്തെ ഫ്രൂട്ട്സുകളാണ്. അപ്പൊ ഇത് ശരിക്കും കാഞ്ഞൂരാണ്. കാഞ്ഞൂർ എന്ന് പറഞ്ഞാൽ ആലുവയ്ക്ക് അടുത്ത് തന്നെയുള്ള സ്ഥലമാണ്. ഇവിടെ വന്നേക്കുന്നത് ഇത് ശരിക്കും കൃഷി ചെയ്യുന്ന മാത്തിച്ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ സ്ഥലമാണ്. അപ്പൊ ആ ചേട്ടനോട് കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാം. അപ്പൊ ഇവിടെ കണ്ടോ, ഇത് റംബുട്ടാനാണ്. റംബുട്ടാൻ ഒക്കെ ഉണ്ടായി കിടക്കുന്നത്. പക്ഷെ ഇതൊന്നും ആയിട്ടില്ല. ഇതാവുന്നത് എനിക്ക് തോന്നുന്നു ജൂലൈ ആ ടൈം ആകുമ്പോഴേക്കാണ് പഴുക്കോളും. അപ്പൊ ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ വന്ന് ഷൂട്ട് ചെയ്യാം. ഓക്കെ, എന്തായാലും ഇന്ന് നമുക്ക് കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാം. കമാ. ഇത് കൂടുതലും ഇവിടെ മുഴുവനും റംബുട്ടാൻ തന്നെയാണ് കേട്ടോ കൂടുതൽ കൃഷി ചെയ്തേക്കുന്നത്. അപ്പൊ ഇതങ്ങാണ്ട് പഴുത്ത് കഴിയുമ്പോൾ ഇതങ്ങാണ്ട് മൂടിയിടുന്നുള്ളൂ. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് ഇവിടെ മാത്യൂസ് ചേട്ടനുണ്ട്. മാത്യൂസ് ചേട്ടൻ കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം. ഓക്കെ അമ്മ, നമസ്കാരം. സുഖം തന്നെ. അപ്പൊ ഇതാണ് മാത്യൂസ് ചേട്ടൻ. അപ്പൊ ഇവിടെ ഈ ശ്രീമൂലധര അടുത്ത് തന്നെയാണിത്. അപ്പൊ ചേട്ടാ, ഈ കാര്യങ്ങൾ ഈ ഫ്രൂട്ട്സിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പറഞ്ഞു തരാമോ? എന്തൊക്കെയാണ് ഇവിടെ കൃഷി? നമുക്ക് ഇവിടെ ഒരു 10-75 ടൈപ്പ് നമുക്ക് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് ഉണ്ട്. അതെല്ലാം നാട്ടിലെ ഫ്രൂട്ട്സ് അല്ല, എല്ലാം പുറത്തുനിന്ന് വരുന്ന ഫ്രൂട്ട്സുകളാണ്. നമ്മൾ മെയിൻലി നമുക്ക് ചെയ്യുന്നത് റംബുട്ടാനാണ്. റംബുട്ടാനിൽ ഇപ്പൊ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരു 5 വെറൈറ്റിയോളം നമുക്ക് റംബുട്ടാൻ ഇവിടെ ഉണ്ട്. മെയിൻലി ഒരു N18 എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇതൊരു ജൂലൈ ഒക്കെ ആവും ഇതൊരു പഴുത്ത് നല്ലൊരു റെഡ് കളറിലേക്ക് വരും. ഇത് തന്നെ ഒരു റെഡ് തന്നെ യെല്ലോ വരുന്നുണ്ട്, അതിനെ സ്കൂൾ ബോയ് എന്ന് പറയും. പിന്നെ ഈ റെഡിൽ തന്നെ ഒരു 3-4 വെറൈറ്റീസ് ഉണ്ട്. കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിപ്പം ഉണ്ടാവും, നമുക്ക് വളരെ കുറച്ച് പഴം മതി 1 കിലോ വരാനായിട്ട്, കുറച്ചുകൂടി വലിപ്പം ഉണ്ടാവും. പിന്നെ ഇതിനകത്ത് ബിഞ്ചായ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ഉണ്ട്. ബിഞ്ചായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുള്ളുകൾക്കൊക്കെ ഗ്രീനിഷ് ആയിരിക്കും, അതിന്റെ അകം റെഡ് ആയിരിക്കും. അപ്പൊ അതിന് ഓരോ വെറൈറ്റിക്കും ഓരോ ഇതാണ്. ഇതിനെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N18 ആണ് കുറച്ചുകൂടി നമുക്ക് വാണിജ്യ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ കച്ചവടം. കാരണം എന്താ പറയുക, ഇതിന് കുറച്ചുകൂടി ഷെൽഫ് ലൈഫ് കൂടുതലാണ്. ഈ മരത്തുമ്പോൾ തന്നെ നമുക്ക് ഒരു 20-22 ദിവസം വരെയൊക്കെ നമുക്ക് മരത്തുമ്പോൾ തന്നെ പഴുത്ത് കഴിഞ്ഞാൽ നിൽക്കും, നിലത്ത് വീണു പോകത്തില്ല. പക്ഷെ നോർമൽ വെറൈറ്റി ഒക്കെ ആണെങ്കിൽ 4 ഇപ്പം യെല്ലോ ഒക്കെ ആണെങ്കിലും പെട്ടെന്ന് കൊഴിഞ്ഞു വീഴും. പഴുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു 5-6 ദിവസത്തിനുള്ളിൽ പറിച്ചില്ലെങ്കിൽ അതിന്റെ പ്രോബ്ലം അതാണ്. ഇത് നമുക്കിപ്പോ ഏകദേശം ഒരു 150 മരം ഏകദേശം നമുക്കിപ്പോ ഇതിനകത്ത് തന്നെ ഉണ്ട്. ബാക്കിയുള്ള ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കാനുള്ളതാണോ അതോ വീട്ടാവശ്യം? ഇല്ല, ബാക്കിയുള്ള എല്ലാം നമ്മളൊരു ക്രേസ് ആയിട്ട് വളർത്തുന്നുള്ളൂ. നമുക്ക് കാരണം എന്താ പറയുക, നമുക്ക് ആവശ്യത്തിന് നമ്മൾ വല്ലവർക്കും ഒക്കെ കൊടുക്കും, അത് കാണാനും ഒരു ഭംഗിയുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. അപ്പൊ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട് ഇവിടെ? ഒന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താമല്ലോ. നമുക്ക് ഇവിടെ മെയിൻലി ഫ്രൂട്ട്സ് പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് അബിയു ഉണ്ട്, നമുക്ക് ഫിലോസാൻ എന്ന് പറഞ്ഞ ഇതുണ്ട്, റോളീനിയ ഉണ്ട്, നമുക്ക് അങ്ങനെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് മിറാക്കിൾ ഫ്രൂട്ട്, അങ്ങനെയുള്ള കുറെ ഫ്രൂട്ട്സുകൾ ഉണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് കാണാം. നമുക്ക് ചക്ക തന്നെയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ 2 വെറൈറ്റി ഉണ്ട്. ഓൾറെഡി ഇപ്പൊ നമുക്കൊരു വിയറ്റ്നാം മേളി എന്ന് പറഞ്ഞ ചക്കയുണ്ട്. പിന്നെ മേളി എന്ന് പറഞ്ഞാൽ 1.5 വർഷത്തിനുള്ളിൽ കായ്ക്കും. ഇവിടെ കാച്ചു കിടക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്കത് കണ്ടാലോ? ഓക്കെ, കാണാം. ഇത് വിയറ്റ്നാം മേളി എന്ന് പറഞ്ഞാൽ ഒരു പ്ലാവിനാണ്. ഇത് ഡെയിലി തായ്ലാന്റിൽ നിന്ന് വരുന്ന ഒരു പ്ലാവിനാണ്. ഇതൊരു 1.5 വർഷമായ ചെടിയാണിത്. 1.5 വർഷം കൊണ്ട് ഇതിന്റെ സാധനം ഇപ്പൊ 2ാമത്തെ പ്രാവശ്യമാണ്. ഒരു 10-25 ചക്ക നമുക്ക് ഇതിൽ തന്നെ ഉണ്ട്. ഇത്രയും ചെറിയ മരം കുറെ എണ്ണം നമ്മൾ വേറെ കട്ട് ചെയ്ത് കളഞ്ഞു, കാരണം ഈ ചെടിക്ക് അതിനുള്ള സ്ട്രെങ്ത് ഇല്ല. ഈ ഒരു സൈസാണ് ഇതൊരു 6 കിലോ 7 കിലോ വരെ മാക്സിമം ആവുള്ളൂ ചക്ക. കാരണം പെട്ടെന്ന് ചക്ക ഉണ്ടാവുന്നുണ്ട്, കാരണം മരത്തിനും വളരെ ചെറുതാണ്. ഇതൊരു 10-25 ഉണ്ടായിരുന്നതാണ്. ഇതിലൊരു ഇപ്പൊ നമ്മളാപ്പടെ 10 നിർത്തിയിട്ടുണ്ടായുള്ളൂ. അതൊക്കെല്ലാം കട്ട് ചെയ്ത്, കാരണം ഇതിന് സ്ട്രെങ്ത് തന്നെ മറിഞ്ഞു വീഴും ചിലപ്പോൾ. കഴിഞ്ഞ പണ്ട് അച്ചാറും ഒക്കെയാണ് നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത്, ഭയങ്കര പുളിയായിരിക്കും. ഇതൊരു സ്വീറ്റ് അമ്പഴം എന്നാ പറയുന്നത്. ഇതിന് ചെറിയൊരു മധുരവും കൂടിയാണ് ഇതിനകത്തുള്ളത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇതുണ്ടാവും. ഇതിപ്പോ ഉണ്ടായി തുടങ്ങിയിട്ട് ഒരു 2 കൊല്ലം ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കഴിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം അറിയാൻ പറ്റും. ഇതിന് ഇത്തിരി പുളി കുറവുണ്ട്, ഒരു മാങ്ങയുടെ ടേസ്റ്റ് ആണ് ശരിക്കും. ഇത് അച്ചാറിടാനൊന്നും പറ്റില്ല, അച്ചാറിന്റെയും കുറച്ചുകൂടി പുളി വേണം. നാരും കുറവുണ്ടെന്ന് തോന്നുന്നു. നാരും കുറവാണ്. നമ്മള് സാധാരണ അമ്പഴങ്ങ കണ്ടു കഴിഞ്ഞാൽ നാരുണ്ടാവാറുണ്ട് ഇതിന്റെ ഉള്ളിൽ, അല്ലെ? ഇതിന് സെന്ററിൽ മാത്രം ആ ഒരു നാരുണ്ടാവും. ഇതിന് സെന്ററിൽ കണ്ടോ, കുറച്ചുകൂടി മറ്റേ ഇതിനേക്കാളും വലുപ്പവും ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ മറ്റേതിനേക്കാളും കൂടുതൽ വലുപ്പവും കൂടി വരും.
ഈ മരത്തിന്റെ പേരാണ് അവക്കാഡോ. അവക്കാഡോ എന്ന് പറഞ്ഞാൽ ചിലവർ പറയും ബട്ടർ ഫ്രൂട്ട് അല്ലെങ്കിൽ വെണ്ണപ്പഴം എന്ന് പറയും. ബട്ടർ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മള് അതിന്റെ ഷേക്ക് തരാന്ന് പറയാം. ഷെയ്ക്ക് തരാനാണ്. കാരണം എന്താ പറഞ്ഞാൽ ഇത് പച്ചക്ക് കഴിക്കാനായിട്ട് നമുക്കൊരു മധുരവും ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതിന്റെ ഷെയ്ക്കാണ് ഏറ്റവും നല്ല, ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ഇത് ഭയങ്കര കോസ്റ്റ്ലി ഫ്രൂട്ടും ആണ്. ഇതിപ്പോ നമ്മുടെ കയ്യിൽ ഇപ്പൊ 2 വെറൈറ്റി ഉണ്ട്. ഒന്ന് ലെങ്ത് കൂടിയതും ഒന്ന് ഒരു ഓവൽ ഷേപ്പിലും ഉള്ളത്. ഇതിപ്പോ ഒരു ഓവൽ ഷേപ്പിലുള്ളതാണ്. ഇതിപ്പോ ഇനിയിപ്പോ ഒരു കൊല്ലവും കൂടി കഴിയണം ഇത് ഒന്ന് ഉണ്ടായി വരാനായിട്ട്. ഇതിന്റെ ഒരു 4 വർഷമെങ്കിലും വേണം ഇതിന്റെ കായ്ഫലം വരാനായിട്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ട അവക്കാഡോയെക്കാളും കുറച്ചും കൂടി ഞാൻ പറഞ്ഞില്ലേ, ഒരു ലെങ്ത് കൂടിയ ഒരു വെറൈറ്റിയാണ്. കാരണം ഇലയിൽ നമുക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ചെറിയ ഇലയായിരിക്കും, ഇത് കുറച്ചും കൂടി ലെങ്ത് ആയിട്ടുള്ള ഒരു ഇലയാണ്. അതുകൊണ്ടാണ് ആ വെറൈറ്റി നമുക്ക് ഇലയിൽ തന്നെ നോക്കി ഓരോ ചെടിയുടെയും നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും. ഇതും ഈ റംബുട്ടാനിൽ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാവും, വ്യത്യാസങ്ങളുണ്ട്? നമുക്ക് വെറൈറ്റി ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് റംബുട്ടാനിൽ റെഡിൽ തന്നെ 3 വെറൈറ്റി ഉണ്ട്. ബിഞ്ചായ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്, പിന്നെ ഒരു കിങ് എന്ന് പറഞ്ഞ വെറൈറ്റി. ഇതിപ്പോ ചെറിയ വലിപ്പമുള്ളതാണ്, ഇതിലും വലിയ വലിപ്പമുള്ളതാണ്. ഇതിന്റെ ഇല കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യാസം അറിയാൻ പറ്റും ഓരോ വെറൈറ്റി. പിന്നെ നമുക്കുള്ളത് ഒരു യെല്ലോ ആണ്. ഈ 4 വെറൈറ്റിയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ചില റംബുട്ടാൻ കഴിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മറ്റേ ഈ 4 എണ്ണത്തിൽ നമുക്ക് ഈസി ആയിട്ട് പോരും. പക്ഷെ മറ്റേ ഈസി ആയിട്ട് പോരാത്തതെന്ന് പറഞ്ഞാൽ നാടൻ വെറൈറ്റിയാണ്. നാടൻ വെറൈറ്റി നമുക്ക് പോരത്തില്ല. അതിനകത്ത് കുരുവും വലുതായിരിക്കും. ഇതിന് കുരു വളരെ ചെറുതായിരിക്കും. ഇതിന് ഫ്ലഷ് ആയിരിക്കും ഏറ്റവും കൂടുതൽ, വാട്ടർ കണ്ടന്റും കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് മധുരവും കൂടുതൽ. കാണുന്ന ഒരു സപ്പോർട്ടാനോ അല്ല, ഇതിന് ബനാന സപ്പോർട്ട എന്നാണ് പറയുന്നത്. ഇത് നോർമൽ സപ്പോർട്ടേക്കാളും ഒരു 2 അറ്റിയെങ്കിലും വലിപ്പം കൂടുതൽ കാണും. ഇത് കൂടുതലും ഒരു ഓവൽ ഷേപ്പാണ്. അതാണ് ഈ ബനാനയുടെ ഷേപ്പിലേക്ക് തന്നെ വരും. കാരണം നീണ്ടിട്ടാണ്, മറ്റേല്ലാം റൗണ്ട് ആയിരിക്കും സാധാരണ നമ്മൾ സപ്പോർട്ട കാണുന്നത്. അതിന്റെ ഒരു 3 ഇരട്ടിയെങ്കിലും ഇതിന് വലിപ്പം വരും. ഇതിന് ഓൾറെഡി ഉണ്ടായതാണ്. ഇപ്പൊ അതിന്റെ സീസൺ കഴിഞ്ഞ കാരണം ഇപ്പൊ കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത കൊല്ലത്തേക്ക് ഉണ്ടാവുള്ളൂ. ഇത് ലോങ്ങാൻ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ്. നമ്മുടെ ഇവിടെ ധാരാളം ഉണ്ടാവും. ഇപ്പൊ എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഞാനിപ്പോ നട്ടിട്ട് ഇപ്പൊ ഇതിപ്പോ ഏകദേശം 1 വർഷം ആവുന്നുള്ളൂ. ഒരു 1.5 വർഷം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും എന്തായാലും ഫ്രൂട്ട് ആവും. ഇതിന് കൂടുതൽ വെയിലടിക്കാൻ പാടില്ല? ഇല്ല, ഇതിപ്പോ ഞാൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് കുറച്ചുകൂടി തെക്കുന്ന് കൂടുതൽ ഇതടിക്കുന്ന ചെറിയ തയ്യാറിനാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓല വെച്ചേക്കുന്നത്, ഷെയ്ഡ് കൊടുത്തേക്കുന്നത്. വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രശ്നം. ഇതിനൊക്കെ അങ്ങനെയായിരുന്നു. കാരണം ഒരു തെക്കൻ തന്നെ അടിക്കണ്ട എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പൊ ഇവിടെ കുറച്ച് വെയിൽ കൂടുതലും ചെറിയ തയ്യാറിനാണ് ഇതിനൊന്ന് പ്രൊട്ടക്ട് ചെയ്തത്. അപ്പൊ കേരളത്തില് ഏത് ടൈപ്പുള്ള ഫ്രൂട്ട്സ് ഉണ്ടാക്കിയെടുക്കാന്നുള്ള ഒരു ഉദാഹരണമാണ്. ഫ്രൂട്ട്സ് ഉണ്ടാക്കാം. അതിനകത്ത് ചില ഫ്രൂട്ട്സ് മാത്രം നമുക്ക് ഇപ്പൊ ഇതുപോലെ ഇതിന്റെ ഒരു വകഭേദം തന്നെ കാണാൻ ഒരു ഇല ഇതുപോലെ ഇവിടെ തന്നെ ഉണ്ട്. ഇതിന്റെ ഒരു ഇല വകഭേദം തന്നെയാണ് ലിച്ചി എന്ന് പറയുന്ന ഫ്രൂട്ട്. റെഡ് കളർ ആയിരിക്കും. ഇതൊരു ശരിക്കും ഒരു ബ്രൗൺ കളറാണ് ലോങ്ങാൻ എന്ന് പറഞ്ഞത്. അപ്പൊ ആ ലിച്ചി എന്ന് പറഞ്ഞ ഫ്രൂട്ട് കൂടുതൽ ഉണ്ടാവുന്നത് ജാർഖണ്ഡാണ്. ഇവിടെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വാണിജ്യ അടിസ്ഥാനത്തിൽ ചെയ്യുന്നത്. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്, ഇന്ത്യയിൽ നിന്ന് കുറെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കൂടുതൽ ജാർഖണ്ഡ് സ്റ്റേറ്റിലാണ് ഉള്ളത്. അത് അവിടെ കൂടുതൽ തണുപ്പുള്ളെങ്കിൽ മാത്രമാണ് ആ സാധനം പൂക്കുകയും ചെയ്യുള്ളൂ, ആ സാധനം ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഇവിടെ ആപ്പിള് നമുക്ക് ഇവിടെ ഉണ്ടാവത്തില്ല. കൂടുതലും കാശ്മീരിൽ നിന്നാണ് നമുക്ക് വരുന്നത്. കാരണം തണുപ്പുള്ള ഏരിയയിലാണ് അത് ആപ്പിൾ ഉണ്ടാവുന്നത്. ഇപ്പൊ ഊട്ടി ചെന്ന് കഴിഞ്ഞാൽ ഊട്ടിയിൽ വേറെ ടൈപ്പ് ആപ്പിൾ കിട്ടുന്നുണ്ട്. കാരണം തണുപ്പുള്ളതുണ്ട്. ഇപ്പൊ ഈ ലിച്ചി നമ്മുടെ ഇവിടെ വയനാട്ടിലും നമ്മുടെ മൂന്നാറിലും ഈ സാധനം ലിച്ചി ഉണ്ടാവും. പക്ഷെ നമ്മുടെ നാട്ടില് വെറുതെ ഇല മാത്രം ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ പിടിക്കായൊന്നുമില്ല. പക്ഷെ ഉണ്ടാവത്തില്ല. ഒരു തണൽമരമായിട്ട് നിർത്താം. ഇവിടെ എനിക്ക് ഒരെണ്ണമുണ്ട്. ഇത് കഴിഞ്ഞ പോലെ ഉണ്ടായ ഒരു പുളിയാണ്. ഇതിന്റെ പേര് സ്വീറ്റ് ടാമറിൻഡ് എന്നാണ്. സാധാരണ നമ്മുടെ ഇവിടെ കാണുന്ന പുളി എന്ന് പറഞ്ഞ പുളി തന്നെയായിരിക്കും. ഇതിന് മധുരമായിരിക്കും. ഇപ്പൊ നമ്മൾ പലയിടത്തും കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പാക്കറ്റിൽ ഒരു പുളി കിട്ടുന്നുണ്ടാവും. ലിക്വിഡ് ആയിട്ടല്ല, ഒരു പാക്കറ്റില്. ലിക്വിഡ് ആയിട്ടുള്ള എല്ലാത്തിലും ഷുഗർ സിറപ്പ് ചേർക്കുന്നതാണ്. നമുക്കിപ്പോ ലുലുലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പാക്കറ്റിൽ കിട്ടുമായിരിക്കും. മെയിൻലി തായ്ലാന്റിൽ നിന്ന് വരുന്നതാണ്. സ്വീറ്റ് ടാമറിൻ എന്നാണ് പറയുന്നത്. ഇതും തായ്ലാന്റാണ്. ഇത് മെയിൻലി നല്ല മധുരമുള്ള പുളിയാണ്. കഴിഞ്ഞ കൊല്ലം ഉണ്ടായതാണ്. ഇതിപ്പോ ഒരു 2 കൊല്ലമായ ചെടിയാണ്. ഇത് ദുരിയാൻ എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിലെ കിങ് ഓഫ് ഫ്രൂട്ട്സ് എന്നാണ് പറയുന്നതിന്. ഇതൊരു 10 വർഷമെങ്കിലും എടുക്കും നമുക്ക് ഇതിന്റെ ഒരു കായ ആവാനായിട്ട്. ഇപ്പൊ ഒരു 3 വർഷമായിട്ടുണ്ട് ഈ ചെടി. 3 അല്ല 2.5 വർഷമായിട്ടുണ്ടാവും. ഇത് ശരിക്കും ഒരു ചക്ക പോലെയാണ് ഉണ്ടാവുന്നത്. ഇതിന്റെ പേര് പീനട്ട് ബട്ടർ ഫ്രൂട്ട് എന്നാണ്.
ഇത് എങ്ങനെ തന്നെ കഴിക്കാം? ഇതെല്ലാം നോർമലി നമ്മൾ സാധാരണ കഴിക്കുന്നത് ശരിക്കും ഒരു കപ്പലിന്റെ ഒരു ടേസ്റ്റ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ടാണ് പീനട്ട് ബട്ടർ എന്ന് പറയുന്നത്. ഇതിന്റെ കുരുവും അകത്തെ കുരുവും തിന്നാം. ഓ അത് ശരിയാട്ടോ, കപ്പലണ്ടിയുടെ ടേസ്റ്റ് ആണ് ഈ സാധനത്തിന്. നമുക്ക് ഇഷ്ടമാരെ ഉണ്ടാവും നമ്മളോട്. ഇവിടെ തന്നെ ഇപ്പൊ ഒരുപാട് ഈ സമയത്ത് ഉണ്ടായി കിടക്കുന്നുണ്ട്. അതിന്റെ പൂവും കാച്ചി കിടക്കുന്നുണ്ട്. ഉള്ളിലെ കുരുവും കഴിക്കാം. കുരു കഴിച്ചാൽ നമ്മളൊരു പച്ച പഴയ ഒരു ഉള്ളിലെ കുരുവിന്റെ ഇത് എടുത്ത് കളയുന്നുണ്ടോ അല്ലെ? ഈ തൊണ്ട് മാത്രം എടുത്തു കളഞ്ഞാൽ മതി. ഇത് ഏകദേശം പഴുത്ത് കഴിയുമ്പോൾ ഇതിലും കുറച്ചും കൂടി റെഡ് ആവും. ഇവിടെ ഒരു റെഡ് വേണമെങ്കിൽ ഇവിടെ കാണാനായിട്ട് ഒരു ഫ്രൂട്ട് ഇരിക്കുന്നുണ്ട്. ഇത്രയും നമുക്ക് നല്ലൊരു റെഡിഷ് കളറാവും. ഇത് ഫ്രൂട്ട് പഴുക്കുന്നുള്ളൂ. ഇതിന്റെ ചെറുപ്പമുള്ള പ്രായങ്ങളാണിത്. ഇതിന്റെ ഫ്ലവറിംഗ് ഉണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലവറിംഗ് കാണാൻ പറ്റും. ഒരു യെല്ലോ കളർ ഫ്ലവറിംഗ് ആണ്. ഇഷ്ടംമാരെ നമ്മുടെ അവിടെ ഉണ്ടാവും. നമുക്കിപ്പോ ഇത് ഏത് സീസണിലും എപ്പോഴായാലും നമുക്ക് ഈ സാധനം ഉണ്ടാവും. ഇതിപ്പോ ഞാൻ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ലോങ് ആൻഡ് ഫ്രൂട്ട് പറഞ്ഞു. അതേപോലെ തന്നെ ആ ഒരു ഇനത്തിലുള്ള ഇത് റംബുട്ടാന്റെ ഒക്കെ ഒരു ഇനം തന്നെയാണ്. ഇതിന്റെ പേര് ലിച്ചി എന്നായിരിക്കും. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒരു റെഡ് കളർ ഫ്രൂട്ടാണ്. ഇത് മെയിൻലി ജാർഖണ്ഡിലൊക്കെയാണ് ഉണ്ടാവുന്നത്. കാരണം ജാർഖണ്ഡിലെ കുറച്ചുകൂടി തണുപ്പുള്ളത് കൊണ്ട് ഇവിടെ നമ്മുടെ ഇവിടെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ വയനാട്ടിലും നമുക്ക് മൂന്നാറിലും മാത്രമേ ഉണ്ടാവത്തുള്ളൂ. കാരണം തണുപ്പുള്ളൂ. ഇത് വെറുതെ ഇങ്ങനെ ഇപ്പോൾ നമുക്ക് ഇവിടേക്ക് ഒരു തണൽ മരമായിട്ട് വെക്കാം. ഇത് ഞാൻ ഒരു പ്രാവശ്യം വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ രണ്ടാമത് കിളിപ്പ് വന്നേക്കുന്നത്. ഇത് ഞാവലാണ്. ഇത് 2 ടൈപ്പ് ഞാവലുണ്ട്. ഇപ്പൊ ഞാവല് നമ്മൾ പോണെന്നുണ്ടെങ്കിൽ പണ്ട് കാട്ടിലൊക്കെ പോകുന്ന പോലെയാണ്. ഇപ്പൊ എങ്ങും ഇല്ല. പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. വളരെ നല്ല ഫ്രൂട്ടാണ്. ഇതിപ്പോ ബ്ലാക്ക് കളറാണ്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു വൈറ്റ് കളറും ഉണ്ട് നമ്മുടെ ഇത് തന്നെ. ഇത് ഇപ്പൊ സീസൺ കഴിഞ്ഞ കാരണമാണ് ഇത് ഉണ്ടാവാത്തത്. അല്ലെങ്കിൽ ഇത് പൊക്കം വെക്കണമല്ല. ഇത് പൊക്കം വെക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെല്ലാം ബഡ് കാരണം നമ്മൾ ഒരു പരിധിക്കുള്ളിൽ പൊക്കം വെക്കത്തില്ല. കാരണം മറ്റേ സാധാ ഞാവല് നാടൻ വെച്ച് കഴിഞ്ഞാലാണ് ഇതൊരു വലിയ മരം ആവുന്നത്. നമുക്ക് പറിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇതൊരു പുതിയ ഒരു ഫ്രൂട്ടാണ്. ഇതിന്റെ പേര് അച്ചാച്ചെരു എന്നാണ്. ഇതിന്റെ ഒരു ഗ്രോത്ത് വളരെ കുറവായിരിക്കും. പതുക്കെ പതുക്കെ വരുള്ളൂ. മാംഗസ്റ്റിന്റെ പോലെ തന്നെ ഒരു വെറൈറ്റിയാണ്. ഗാർസീനിയ ഫാമിലി എന്ന് വരുന്നതാണ്. മാംഗസ്റ്റിനും ഒരു ഗാർസീനിയ ഫാമിലിയാണ്. ഇതൊരു 7-8 ഇയേഴ്സ് വേണം ഇതൊന്ന് വലുതാവണമെന്നുണ്ടെങ്കിലും ഇതുമ്മ കായ ഉണ്ടാവണമെന്നുണ്ടെങ്കിലും. 7-8 ഇയേഴ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം. മാംഗോസ്റ്റിനും അതുപോലെ തന്നെയാണ്. 7-8 ഇയേഴ്സ് ആയി മാത്രമാണ് നമുക്ക് അതിന് കാരണം ബഡും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ബഡ് ഉണ്ടായാലാണ് നമുക്ക് വേഗം ഉണ്ടാവുള്ളൂ. കാരണം അതിന്റെ മൂത്ത തണ്ടുമേന്നാണ് നമ്മൾ എടുക്കുന്നത്. ഇതെല്ലാം സീഡ്ലിംഗ് മറ്റേ വിത്ത് പാവിട്ടാണ് നമുക്ക് ഇതെല്ലാം മുളയ്ക്കത്തുള്ളൂ. കാരണം ഇതിനൊക്കെ ഒരു തലേ ഉണ്ടാവുള്ളൂ. ഈ തല ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിനൊന്നും ഉണ്ടാവത്തില്ല. സൈഡിലേക്ക് ബ്രാഞ്ച് മുകളിലോട്ട് പൊങ്ങത്തില്ല. ഇതിന് കുറച്ചും കൂടി നന കൂടുതൽ വേണം. എല്ലാ ദിവസവും നനയ്ക്കണം. ഇതിന്റെ തൈകളൊക്കെ സെലക്ട് ചെയ്യുന്നത്? തൈകൾ ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട് നമുക്ക്. കാരണം ഓൾ ഇന്ത്യയിൽ ബേസിസിൽ നമുക്കൊരു ഫ്രൂട്ട് ലവേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ഒരു 10-20 പേര് മൊത്തം ഇന്റർനാഷണൽ ഉള്ളവരൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും തൈകളൊക്കെ പുതിയ ഒരു വെറൈറ്റി വരികയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അല്ലാണ്ട് ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സിലല്ല. നമ്മളിപ്പോ അവിടെ പോയി നമ്മളിപ്പോ നമ്മുടെ കയ്യിലുള്ള തൈകൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കും. അവരുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡെയിലി എല്ലാ ദിവസവും ഓരോ ദിവസം ഓരോരുത്തരുടെ ഫ്രൂട്ട്സ് ഉണ്ടാവുന്നു. പുതിയ വെറൈറ്റി ഉണ്ടാവുമ്പോൾ അത് നമുക്ക് അയച്ചു തരും. അപ്പൊ നമ്മൾ അതിനകത്ത് അവർക്ക് സ്പെയർ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് പോയി കളക്ട് ചെയ്യും. അത് ചിലപ്പോൾ പോയി കളക്ട് ചെയ്യുന്ന ഹൈദരാബാദിൽ നിന്നായിരിക്കും, ചിലപ്പോൾ കാസർഗോഡ് നിന്നായിരിക്കും. ഇതെന്ത് ഫ്രൂട്ട്സ് ആണ്? ഇതിന്റെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് എന്നാണ്. ഇത് നമ്മുടെ 2 വെറൈറ്റി ഉണ്ട്. ഇതിനകത്ത് റെഡും ഉണ്ടാവും, നമുക്ക് വൈറ്റ് അകത്ത് ഒരു പർപ്പിൾ കളറും ഉണ്ടാവും, ഒരു വൈറ്റ് ഉണ്ട്. നമുക്ക് വരുന്നത് ഇതൊരു പർപ്പിൾ കളറാണ്. അത് വരുന്നത് അതിന്റെ അകത്ത് വൈറ്റ് ആയിരിക്കും വരുന്നത്. ഇത് ശരിക്കും കള്ളിമുൾച്ചെടിയുടെ കള്ളിമുൾച്ചെടിയുടെ ഇതിലെ ഒരു ഇതാണ്. ഇതുമെന്ന് ശരിക്കും നമ്മുടെ ഒരു നിശാന്തിയുടെ പൂ ഉണ്ടാവില്ല, നമ്മൾ രാത്രി കാണുന്ന ഒരു ചെടി ഉണ്ടല്ലോ, പണ്ടൊരു ഇലയെന്ന് വരുന്നത്, അതേപോലത്തെ ഒരു ഫ്ലവർ വരും ഇതിന്. ആ ഫ്ലവർ ആണ് കായയാവുന്നത്. ഒരു കായ ഏകദേശം ഒരു 1/2 കിലോ 600 ഗ്രാം അടുത്ത് വരും. ബറാബ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ്. ഇതിനകത്ത് ശരിക്കും ഒരു പുളിയും മധുരവും കൂടിയ ഒരു ഫ്രൂട്ടാണ്. വളരെ ചെറിയ ഫ്രൂട്ടായിരിക്കും, ഇത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് എപ്പോഴും ഏത് സീസണിലും നമുക്ക് ഉണ്ടാവും. ഇതാണ് അതിന്റെ ഒരു ലൈറ്റ് റെഡിഷ് കളറിലേക്ക് വരും. ഇതിന്റെ ഫ്രൂട്ട് പഴുത്ത് കഴിയുമ്പോൾ ഇതാണ് നമുക്ക് ആ റെഡിഷ് കളറിലേക്ക് വരുമ്പോൾ ഇതിന് കുറച്ചും കൂടി ശരിക്കും ഒരു ലൂവിക്കയുടെ ഒക്കെ അത്രേ ഉണ്ടാവുള്ളൂ ഇതിന്റെ സൈസ്. പക്ഷെ കുറച്ചും കൂടി മധുരവും ഇത് ശരിക്കും ഒരു മാംഗോസ്റ്റിന്റെ ഒക്കെ ഒരു വകഭേദം തന്നെയാണ്. ഗാർസീനിയ ഫാമിലിയിൽ നിന്ന് തന്നെ വരുന്നതാണ്. ഇതിപ്പോ സീസൺ കഴിഞ്ഞ നമ്മുടെ കൊടംപുളിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്, കുറച്ച് നല്ല പുളിപ്പുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ്. ഇത് നമുക്കൊരു ചെടിയാണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത്, സാന്തോൾ എന്നാ പറയുന്നത്. ഇത് 2 ടൈപ്പ് സാന്തോൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒന്ന് സ്വീറ്റ് അല്ലാത്ത സാന്തോളുണ്ട്, സ്വീറ്റ് സാന്തോളും ഉണ്ട്. ഇത് സ്വീറ്റ് സാന്തോളാണ്. സ്വീറ്റ് സാന്തോളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇല പഴുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇലയ്ക്ക് റെഡ് കളർ ആയിരിക്കും. റെഡിഷ് കളറാണ് ഇല പഴുത്ത് കഴിയുമ്പോൾ.
പക്ഷെ ഈ അതിനെ സ്വീറ്റ് സാധനം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന അങ്ങനെയാണ്. റെഡ് കളർ ആണെങ്കിൽ ഇതെല്ലാം സ്വീറ്റ് ആയിരിക്കും സാധനം. ഇതിന്റെ യെല്ലോ കളർ പഴുത്ത് വരുമ്പോൾ യെല്ലോ കളർ വരുന്നുണ്ട്, അത് സ്വീറ്റ് ആയിരിക്കില്ല, അത് പുളിയായിരിക്കും. ഒരു യെല്ലോ കളർ ഫ്രൂട്ട് ആണത്. ഇത് ഇതുവരെ ഉണ്ടായിട്ടില്ല, അടുത്ത കൊല്ലം എന്തായാലും ഉണ്ടാവും. ഇത് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറഞ്ഞൊരു ചെടിയാണ്. ഇത് ഭയങ്കര സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്നതിന് മധുരം കുറവായിരിക്കും. ഇതിനിപ്പോ കുറച്ചുകൂടി മധുരം നമുക്ക് എന്തായാലും മറ്റേതിനേക്കാളും കൂടുതൽ മധുരം ഉണ്ട്. ഇതൊന്ന് കഴിച്ചു നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഇതതിന്റെ തൈയാണ്, ഇതാണ് അതിന്റെ മരം. ഇപ്പൊ സീസൺ കഴിഞ്ഞാലാണ് ഇതിനൊക്കെ ചെറിയ കായകളൊക്കെ ഉണ്ടായി തുടങ്ങി പൂത്തുവിട്ടിട്ടുണ്ട് നന്നായിട്ട്. ഇതെപ്പോഴും ഉണ്ടാവും, ഏത് സീസണിലും നമുക്ക് ഉണ്ടാവുന്നതാണ്. ഒരു ചെറിയ ചവർപ്പുണ്ട് അല്ലെ, ചെറിയൊരു ചവർപ്പും, പക്ഷെ മധുരമുണ്ട്. നല്ല നോർമലി നമ്മൾ ഇരുമ്പം പുളിയൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല പുളിയായിരിക്കും. ഇതെന്താന്ന് പറയുന്നത്, ഇത് കട്ട് ചെയ്താലും ഇതിന്റെ അകത്ത് ഒരു സ്റ്റാറിന്റെ ഷേപ്പ് തന്നെയായിരിക്കും. ചിലവർ ഇതിനെ വരിപ്പം പുളി എന്നൊക്കെ പറയുന്നുണ്ട് മലയാളത്തിൽ. ഇങ്ങനെ പിസ്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത് ആൾക്കാർ ഓരോരോ മാർക്കറ്റിൽ വരുന്നത്. ഇതൊരു ചെസ്നട്ട് എന്നാണ് ഇതിന്റെ പേര് ശരിക്കും. ഇതിന്റെ കായ ഇപ്പൊ കഴിഞ്ഞ ദിവസം വീണതാണ്. ഇത് പൊട്ടി ഇങ്ങനെ ശരിക്കും നമ്മുടെ ഒരു പഞ്ഞിക്കായ പോലെയാണ് ഇതിന്റെ കായ ഉണ്ടാകുന്നത്. പഞ്ഞിയില്ലേ, നമ്മുടെ പഞ്ഞി വരും, അതുപോലെ ആയിരിക്കും, ചെറിയ കായകളായിരിക്കും. ഇത് തന്നെ മൂത്ത് കഴിയുമ്പോൾ ഇതുപോലെ പൊട്ടി വരും. പൊട്ടി വരുമ്പോൾ ഇതിനകത്ത് 2-3 നമ്മുടെ ഒരു ബദാമിന്റെ ഒരു ടേസ്റ്റ് ഉള്ള 3-4 ഒരു 10-20 സീഡ് ഉണ്ടാവും. അതാണ് നമ്മൾ കഴിക്കുന്നത്. ഇത് മാംഗസ്റ്റിൻ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആണ്. ശരിക്കും ഒരു മലേഷ്യൻ ഫ്രൂട്ട് ആണ്. ഇത് പഴുക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു ബ്ലാക്ക് കളറിലേക്ക് വരും. ഇത് വളരെ സ്ലോ ആയിട്ടുണ്ടാവുന്ന ഒരു ചെടിയാണ്. ഇതൊരു 7-8 ഇയേഴ്സ് ആയിട്ടുണ്ട് ഈ ചെടിയുടെ വലുപ്പം. ഇത് പതുക്കെ ഉണ്ടാവത്തുള്ളൂ. ഇത് ഉണ്ടായി കഴിഞ്ഞാൽ ഇഷ്ടംമാരെ ഉണ്ടാവും. ഇത് നമുക്ക് മാർക്കറ്റിൽ ഇപ്പൊ കൊമേഴ്ഷ്യലായിട്ട് ഒരുപാട് പേര് വളർത്തുന്നവരുണ്ട്. ഇവിടെ ഈ കൃഷി ഈ ഫ്രൂട്ട്സ് മാത്രമല്ല, ഒരുപാട് സാധാ കൃഷികളും ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട്. ഇത് റംബുട്ടാന്റെ ഭാഗത്തിൽ തന്നെ ഒരു ഫിലോസാൻ എന്ന് പറഞ്ഞാണ്. ഇതിനും ഒരു ജൂലൈ ഒക്കെ ആവും. ഇതെല്ലാം ഇത് മറ്റേനേക്കാളും വളരെ വലിയ ഫ്രൂട്ടാണ്. ഇപ്പൊ തന്നെ ഈ വലുപ്പം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ മറ്റേ നേരത്തെ റംബുട്ടാനേക്കാളും കമ്മി. ഇതിന് മുള്ളു പോലെ ഉണ്ടാവത്തില്ല, ഇത് ഒരു പരന്ന മുള്ളാണ്. മറ്റേതൊരു സോഫ്റ്റ് ആണ്, മറ്റേ സോഫ്റ്റ് ആണ്. ഇത് കുറച്ചുകൂടി ഹാർഡാണ്. ഇത് വലിയ ഫ്രൂട്ട് ആയിരിക്കും. ഇതിനെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ശരിക്കും ബ്ലാക്ക് കളറാവും. മറ്റേ റെഡ് കളറാവുമ്പോൾ ഇതൊരു ബ്ലാക്ക് കളറാവും. ഇതിന്റെ ഫിലോസാൻ എന്നാണ് ഇതിന്റെ പറയുന്ന ഫ്രൂട്ടിന്റെ പേര്. ഇതൊരു മട്ടോവ എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ടാണ്. ഇതൊരു കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു മരമാണ്. ഇതൊരു ഇനി ഒരു 5-6 കൊല്ലം കൊണ്ടാണ് ഇത് കായ്ക്കുള്ളൂ. ഇതിപ്പോ 2-2.5 കൊല്ലം ആയിട്ടുള്ളൂ. ഇതൊരു ചാമ്പയാണ്, ഗ്രീൻ കളർ ചാമ്പയാണ്. നിങ്ങൾക്ക് ചാമ്പയ്ക്ക് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. കുറച്ചുകൂടി വലിപ്പമാവും ചാമ്പ. തായ്ലാൻഡിൽ നിന്ന് വരുന്നതാണ്. ഇതിന്റെ റെഡ് കളറും നമ്മുടെ കയ്യിലുണ്ട്. ഇത് ഗ്രീൻ കളറാണ്. എന്താ കണ്ട, ഇത് ശരിക്കും പാകിസ്ഥാനിൽ നിന്നൊക്കെ വരുന്ന മൾബറിയാണ്, നോർമൽ മൾബറി അല്ല. ഭയങ്കര വലിപ്പമാണ് ഈ മൾബറിക്ക്. ഇതൊരു ചെറിയാണ്, അസ്രോള എന്നാണ് പറയുന്നത്. ഇതിങ്ങനെ ഫ്രൂട്ട് നമുക്ക് പഴുത്ത് നമുക്ക് ഇങ്ങനെ കഴിക്കാൻ മാത്രം ഒരു ചെറിയൊരു പുളിയും ചെറിയൊരു മധുരവും കൂടിയാണ് ഇതിനകത്ത്. ഇതെപ്പോഴും ഉണ്ടാവും. നമുക്ക് ഏത് സമയത്തും നമുക്കിത് പറിക്കാനായിട്ട് നമുക്ക് ഉണ്ടാവും. വാട്ടർ കണ്ടന്റ് ഉണ്ടാവും. ജ്യൂസിയാണ്. ഇത് നമുക്ക് വൈനും വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്ക് ഇതിനകത്ത്. ഇതുകൊണ്ട് ഒരു യെല്ലോയിഷ് നല്ല ഒരു റെഡ് കളർ, ചോര ബ്ലഡ് റെഡ് കളർ വരും ഇതിനകത്ത്. ഇതിപ്പോ ഒരു 5 കൊല്ലമായ മരമാണ്. ഈ കൊല്ലം ആദ്യമായിട്ട് നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതൊരു 7 മാസമെങ്കിലും എടുക്കും ഇനി അത് പഴുക്കണമെന്നുണ്ടെങ്കിൽ. ഇത് മുറിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അകത്തും ബ്ലാക്ക് കളർ ആയിരിക്കും, ഒരു ചോക്ലേറ്റ് കളർ ആയിരിക്കും. ശരിക്കും ഇത് നമ്മൾ ഒരു ചോക്ലേറ്റ് ഷേക്ക് ആയിട്ടൊക്കെ അടിച്ചു കുടിക്കാനായിട്ട് വളരെ നല്ല സാധനമാണ്. അപ്പൊ മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ട് ഉണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് കണ്ടോക്കാം. ഇതൊരു മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ്. ഇതിന്റെ സീസൺ ആവുന്നുള്ളൂ. പൂ ഫ്ലവറിംഗ് സ്റ്റേജിലേക്ക് ഫ്ലവർ ഇവിടെ കാണാൻ ഫ്ലവറിംഗ് വരുന്നുള്ളൂ. കുറച്ചും കൂടി ലേറ്റ് ആവും ഫ്ലവർ ആവുമ്പോഴേക്കും. ഇത് ഒരു 2 ആഴ്ച മുമ്പ് വരെ ഫ്ലവർ ഉണ്ടായിരുന്നു, ഇഷ്ടംമാരെ കായ ഉണ്ടായിരുന്നു. ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഏത് പുളിയുള്ള ഫ്രൂട്ട് ഏത് കഴിച്ചു കഴിഞ്ഞാലും ഭയങ്കര മധുരമായിരിക്കും. നമ്മൾ പിന്നെ മധുരമുള്ള എന്തെങ്കിലും കൂടി കഴിച്ചു കഴിഞ്ഞാൽ അതിമധുരം എന്ന് പറയാം. പിന്നെ മിൽക്ക് നമുക്ക് ഫ്രൂട്ട് എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ ഇലയ്ക്ക് എപ്പോഴും നല്ല ഭംഗിയുള്ള ഒരു ഇലയാണ്. ഒരു ഗോൾഡൻ കളറാണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുമ്പോൾ. പുറത്ത് നോക്കി കഴിയുമ്പോൾ നല്ല ഡാർക്ക് ഗ്രീനുമാണ്. ഇതൊരു ഫ്ലവറിങ് വരുന്നത് നമുക്ക് എപ്പോഴും നമുക്കൊരു ജൂലൈ ആവുമ്പോഴേക്കും ഫ്ലവറിങ് തുടങ്ങും. നമുക്കൊരു ഫ്രൂട്ട് കിട്ടി തുടങ്ങുന്നത് ശരിക്കും ഒരു ജനുവരി ആവുമ്പോഴാണ് നമുക്ക് ഇതിന്റെ പഴുത്ത ഫ്രൂട്ട് ആവുള്ളൂ. വളരെ ടേസ്റ്റി ഫ്രൂട്ടാണ്. ശരിക്കും ഒരു പാലിന്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. ഇതൊരു പുതിയ ഫ്രൂട്ടാണ്. ഇതിന്റെ പേര് കാൻഡിൽ ഫ്രൂട്ട് എന്നാണ്. ഒരു കാൻഡിൽ പോലെയാണ് ഇതിനകത്ത് ഇരിക്കുന്നത്.
ഇതുണ്ടോ, ഇതൊരുവിധം പഴുത്ത ഇത് ആദ്യമായിട്ട് ഈ കൊല്ലം ഉണ്ടായതാണ് ഇവിടെ നമുക്ക്. ആദ്യമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വലിപ്പം. ഇതിന് വളരെ ചെറുതാണ്, ഇത് വലിപ്പം വെച്ച് വരുന്നുണ്ട്. ഇതൊരു ചെറിയൊരു മുളകിന്റെ പിന്നെ ക്യാൻഡിൽ ഫ്രൂട്ട് ഇത് കണ്ട, ഇത് വലുതായി തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ ഫ്രൂട്ട് ആരാണ് വളരെ ചെറുത്. ഈ ഫ്രൂട്ട് ഞാൻ അറിയാണ്ട് കയ്യിലെടുത്താ ഭയങ്കര സ്മെല്ലാണ്, ഇത്തിരി വൃത്തിയായിട്ട സ്മെല്ലാണ്. അതിനെ പറ്റി ചേട്ടൻ തന്നെ പറയും. ഇതിന്റെ പേര് നോനി ഫ്രൂട്ട് എന്നാണ്. ഇത് മെയിൻലി മെഡിസിനൽ ഫ്രൂട്ട് ആണ്. ഇതിപ്പോ പലയിടത്തും മാർക്കറ്റിൽ ഭയങ്കര വിലക്കാ വരുന്നത്. ഒരു 400 രൂപയൊക്കെ കിലോന് വരുന്നുണ്ട്. ഇതൊരു മെയിൻലി നമ്മൾ നോനി എന്ന് പറയുന്ന ഷാമ്പൂനും ഒക്കെ ഹെയർ ഡൈ ഒക്കെ ഉണ്ടാക്കാനാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഒരു ആയുർവേദിക് മെഡിസിൻ ആണ്. ഇതിന്റെ സിറപ്പൊക്കെ ആൾക്കാർ എടുക്കുന്നുണ്ട്, വൈൻ കെട്ടാനും ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നിപ്പോ ആൾക്കാർ കുറെ ക്യാൻസർ ആൾക്കാർ ഇവിടെ വന്ന് കൊണ്ടുപോകുന്നുണ്ട് ഈ സ്മെല്ല് വെച്ചിട്ട്. വളരെ ഒരു ശോചനീയമായ ഒരു സ്മെല്ലാണ് ഇതിനകത്ത്. നമുക്കൊരു അരോചകം തോന്നും നമുക്ക് ഇതിന്റെ സ്മെല്ലിന്. ഇതിന്റെ തൈകളൊക്കെ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? ഈ തൈകൾ നമ്മൾ പലയിടത്തും നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. കുറെ നമ്മൾ ഇവിടെ തന്നെ നമ്മുടെ ആൾ വന്ന് ബഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ ജാതിയൊക്കെ നമ്മൾ നമ്മുടേതായ പ്ലാന്റിൽ തന്നെ നമ്മൾ ബഡ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ പലയിടത്തും മേടിച്ചു കൊണ്ട് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ ഈ നാട്ടുപ്രദേശത്ത് താമസിക്കുമ്പോൾ ആൾക്കാർ ഇത് വലുതായി കഴിയുമ്പോൾ പറയും ഇത് കൊള്ളത്തില്ല എന്ന്. അതുകൊണ്ടാണ് നമ്മളിവിടെ മദർ പ്ലാന്റ് ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് സാധാരണ നഴ്സറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മദർ പ്ലാന്റ് കാണാൻ പറ്റില്ല. തൈയുണ്ട്, ജാതി ഉണ്ടോ തെങ്ങുണ്ടോ മാവുണ്ടോ എന്ന് വെച്ചാൽ ഇതാണ് ജാതി തെങ്ങ് മാവെന്ന് പറയാൻ പറ്റും. നമ്മളത് കൊണ്ടേ വെച്ച് ഒരു 3 വർഷം 4 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവുമോ, ചിലപ്പോൾ ഉണ്ടാവുന്നത് എന്തായിരിക്കും എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. നമുക്ക് ഇത് കാണിച്ചു കൊടുത്ത്, അതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് അധികം തൈ മേടിക്കാണ്ട് നമ്മൾ തന്നെ ഉൽപ്പാദിച്ച് നമ്മൾ തന്നെ ഉണ്ട്. നമ്മളൊരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിലേക്കല്ല കൊണ്ടുപോകുന്നത്. നമുക്ക് ആൾക്കാർക്ക് അറിയുന്നവർക്ക് ഓരോ തൈകൾ നമുക്ക് കൊടുക്കുക. അങ്ങനെ കുറച്ച് തൈകൾ ഉണ്ടാവുക, നാട്ടിലുണ്ടാവുന്ന ഒരു നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കുന്നുള്ളൂ. അല്ലാണ്ട് നമുക്ക് എപ്പോഴും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള മരങ്ങളും അതിനുള്ള പോസിബിലിറ്റി ഇല്ല. അല്ലെങ്കിൽ നമ്മൾ കച്ചവടമായിട്ട് തന്നെ ചെയ്യണം. ഇത് മേടിച്ചു കൊണ്ടു നമ്മൾ വിൽക്കണം. നമ്മളിപ്പോൾ റംബൂട്ടാൻ നമ്മൾ ചെയ്തേക്കുന്ന അതേ വെറൈറ്റിയുടെ നമ്മൾ തൈകൾ കൂടുതലും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ജാതി നമ്മൾ തന്നെ ബഡ് ചെയ്യിക്കുന്നുണ്ട്. ഇവിടെ റംബൂട്ടാനും നമ്മൾ ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്യിക്കുന്നുണ്ട്. നമ്മളിവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് നമുക്ക് നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ചേട്ടൻ എന്താ ശരിക്കും ജോലി? ഇത് തന്നെയാണ്, കൃഷി തന്നെയാണ്? അല്ല, ഞാൻ കൃഷി ഒരു സൈഡായിട്ട് കൊണ്ടുപോകുന്നു മാത്രമല്ല. നമുക്ക് മനസ്സിലൊരു ഞാൻ ശരിക്കും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഒരു ടൈലിന്റെ ഒരു കേരള ഹെഡ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ജോൺസൺ ടൈൽസ് എന്ന് പറഞ്ഞ ഒരു കേരള ഹെഡ്, അതിന്റെ കേരള ഹെഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതെ. അതിന്റെ ഞാൻ ഒരു ഡിവിഷന്റെ ബ്രാഞ്ച് ഹെഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു കേരള. ഇത് ആരാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത്? ഇത് ഫാദർ ആയിട്ട് തന്നെ. ഫാദർ ഒരു കൃഷിക്കാരനാണ്. ഫാദർ ബാങ്കിലായിരുന്നു. റിട്ടയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളി എന്റെ കൃഷിയാണ്. ഫാദറും ഇപ്പൊ എന്റെ അപ്പന്റെ ചേട്ടന്റെ മോനും കൂടി ഉണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടിയാണ് ഇത് കൊണ്ടു കിടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ഒറിജിനൽ തന്നെ നന്നായിട്ട് തന്നെ കൊടുക്കണം. കാരണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ്. ഇതിപ്പോ ഒരു നാടൻ ഇതിന്റെ റംബൂട്ടാന്റെ തൈ മേടിച്ചിട്ട് ഇത് നമ്മുടെ ഒറിജിനൽ നല്ല വെറൈറ്റി. ഈ നല്ല വെറൈറ്റിയുമ്പോൾ നമ്മൾ ഇത് രണ്ടും വരഞ്ഞു വെച്ചിട്ട് കൂട്ടിക്കെട്ടി ഒരു 6 മാസത്തോളം വെക്കും. 6 മാസം വെച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പേര് പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ സാധനം കെട്ടഴിക്കാണ്ട് തന്നെ ഇവിടെ വെച്ച് കട്ട് ചെയ്യും. ഇതിലാണ് ഇപ്പൊ നമ്മൾ ഈ ചെടി വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു 6 മാസം കഴിയുമ്പോൾ നമ്മൾ ഈ കമ്പായിട്ട് ഇത് ഒട്ടിച്ചേരും. ഒട്ടിച്ചേരുമ്പോൾ നമ്മൾ ഇതിന്റെ മദർ പ്ലാന്റ് നമ്മൾ കട്ട് ചെയ്യും. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ മുകളിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളയും. അപ്പൊ എന്താ, ഈ പ്ലാന്റുമ്പോ ഇത് പിടിച്ചു കഴിഞ്ഞു. ഇതല്ല കട്ട് ചെയ്യുന്നത്, നമ്മൾ ഈ പ്ലാന്റിന്റെ തല കട്ട് ചെയ്യും. അപ്പൊ ഇതിന്റെ പേര്, ഇത് ശരിക്കും നാടൻ തൈയാണ്. ഇത് ശരിക്കും നമ്മുടെ ഒറിജിനൽ മരമാണ്. ഇത് നാടന്റെ സ്റ്റെമ്മാണ്. ഇത് പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ ഇവിടെ കട്ട് ചെയ്യുന്നതിന് പകരം ഇത് വെച്ച് കട്ട് ചെയ്ത് കളയും. അപ്പൊ എന്താവും, ഇത് രണ്ടും ഒട്ടിച്ചേരും. ഈ നാടൻ പ്ലാന്റിന്റെ സ്റ്റെമ്മുമ്പോ ഇത് വളരും. നമ്മളിത് ബഡ് ചെയ്യുന്നതിന് പകരം ഇത് ഗ്രാഫ്റ്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പൊ മജ്ജയുടെ വളരെ നന്ദിയുണ്ട്. നമുക്ക് ഒരുപാട് അറിവ് കിട്ടി. അങ്ങനത്തെ ഫ്രൂട്ട്സ് ഒന്നും ഞങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കേരളത്തിൽ ഇത്രയും നല്ലോണം കൃഷി ചെയ്യാൻ നമ്മള്
ആദ്യമായിട്ടാണ് കാണുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ആൾക്കാർക്ക് ഒരു സംശയമാണ് ഇതിവിടെ അത് ഉണ്ടാവുകയില്ല. തന്നെ അത് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫ്രൂട്ട്സും വളരില്ല എന്നെല്ലാവരും വിചാരം. പക്ഷെ മാക്സിമം ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ? ശ്രമിക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ വെറൈറ്റികൾ ഉണ്ടാവട്ടെ, കൊണ്ടുവരട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളിങ്ങനെ പോയിട്ടിരിക്കുന്നത്. അപ്പൊ ഇനിയും കാണാം നമുക്ക്. തീർച്ചയായും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ശരി, താങ്ക്സ്. അപ്പൊ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നായിരുന്നു. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ നമ്മളൊരു പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ഗുഡ് ബൈ.